പത്തനംതിട്ട എം പി ആന്റോ ആന്റണിയെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പം ശബരിമല കൊള്ളയിൽ SITയുടെ അന്വേഷണം നീങ്ങുന്നത്. നമുക്കറിയാം, അടൂർ പ്രകാശിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യുകയുണ്ടായി. ഈ അടൂർ പ്രകാശും ആന്റോ ആന്റണിയും സോണിയാഗാന്ധിയെ, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധിയെ കാണുന്നതിലുള്ള സഹായം ചെയ്തു കൊടുത്തോ, ഇവരും ആ കൂടിക്കാഴ്ചയിൽ ഒപ്പം ഉണ്ടായിരുന്നോ തുടങ്ങിയതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ കാര്യം മനസ്സിലാക്കാനായിട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ കോൺഗ്രസ് നേതാക്കളിലേക്ക്, പ്രത്യേകിച്ചും ആന്റോ ആന്റണിയിലേക്കൊക്കെ നീങ്ങാനുള്ള ഒരു സാഹചര്യം എന്താണ്? അതിന് പിന്നിലുള്ള മറ്റെന്തെങ്കിലും തരത്തിലുള്ള നീക്കം ഉള്ളതായിട്ട് നമ്മൾ സംശയിക്കേണ്ടതുണ്ടോ? എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? ഇപ്പോ SITയുടെ ഏറ്റവും ഒടുവിലത്തെ അന്വേഷണങ്ങൾ കാണുമ്പോൾ അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്നുള്ള രീതിയിലേക്കാണ്. അതായത് രാഷ്ട്രീയക്കാരിൽ ഇതുമായിട്ട് ബന്ധപ്പെടാത്ത ആരുമില്ല എന്നൊക്കെ ഉള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ ഇടതും വലതും, അതായത് ഐക്യമുന്നണിയിലും UDFലും LDFിലുമുള്ള നേതാക്കന്മാരെ രണ്ടു കൂട്ടരെയും ഇതിലേക്ക് വലിച്ചിഴയ്ക്കുകയോ അല്ലെങ്കിൽ രണ്ടു കൂട്ടരും ഇതിൽ ഉൾപ്പെടുകയോ ചെയ്തിട്ടുണ്ടെന്നുള്ള സൂചനകളിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇതൊരു രാഷ്ട്രീയ നീക്കമായിരിക്കാം, അല്ലെന്നൊന്നും ഞാൻ പറയില്ല. കാരണം കോൺഗ്രസ് എൻ്റെ കൈകൾ അങ്ങനെ സംശുദ്ധമല്ല എന്നുള്ളത് ഒരു പ്രചരണായുധമാക്കാൻ CPM ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം ഒരു ഭാഗം. പക്ഷേ അത് പറയുമ്പോഴും ഈ ആന്റോ ആന്റണിയും അടൂർ പ്രകാശും വൾണറബിൾ ആയിട്ടുള്ള നേതാക്കന്മാരാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതായത് ഇവരുടെ പേരുകൾ ഇപ്പം ഞാൻ തൽക്കാലം അടൂർ പ്രകാശിനെ അങ്ങ് മാറ്റി നിർത്താണ്. കാരണം ഏറ്റവും ഒടുവിലുള്ള കാര്യത്തിലേക്കാണല്ലോ നമ്മൾ വാർത്ത എപ്പോഴും പിന്നെ 2 ദിവസത്തിന് മുമ്പുള്ളത് പഴകിപ്പോയി, അത് വളിച്ചു പോയ വാർത്തയാവും. അപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്ന ആന്റോ ആന്റണിയാണ്. അതുകൊണ്ട് ഞാൻ തൽക്കാലം ആന്റോ ആന്റണിയിലേക്ക് ഫോക്കസ് ചെയ്യാം. ഇതിനൊക്കെ ഉപരിയായിട്ട് സോണിയാഗാന്ധി ഇതിൽ ഈ ചിത്രത്തിൽ സോണിയാഗാന്ധിയുടെ പേരുമുണ്ട്. സോണിയാഗാന്ധിയിലേക്കും ഒടുവിൽ SIT എന്തെങ്കിലും അവരെ പരാമർശിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം അത് ഇലക്ഷൻ എത്തുന്നതിലേക്കായിട്ട് കാത്തിരിക്കുകയായിരിക്കാം. പക്ഷെ അതൊക്കെ നമ്മൾ അതിലെ രാഷ്ട്രീയമൊക്കെ പറയുമ്പോഴും ഈ ആന്റോ ആന്റണി ഒരു വൾണറബിൾ നേതാവാണ്. അതായത് അദ്ദേഹത്തിന് വീഴ്ചകൾ പലതുള്ള ഒരു നേതാവാണ് എന്നുള്ള സൂചനകൾ. അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ തെറ്റ് ചെയ്തോ എന്നൊന്നും എനിക്ക് തെളിവൊന്നും എൻ്റെ കയ്യിലില്ല. പക്ഷെ ഒരുപാട് വീഴ്ചകൾ പരാമർശിക്കപ്പെട്ട, ഒരുപാട് അഴിമതി, അതുപോലെ മതപരമായിട്ടുള്ള മതം രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ ഒരുപാട് അദ്ദേഹത്തിന് നേരെ ഉയർന്നിട്ടുണ്ട്. ഉയർത്തിയത് CPMകാരും അതുപോലെ രാഷ്ട്രീയക്കാരും ഒക്കെ തന്നെയാണ്. ഒരുപക്ഷെ അത് രാഷ്ട്രീയമാവാം അതിൻ്റെ പിന്നിലെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും തീയില്ലാതെ പുകയുണ്ടാവില്ല എന്നുള്ള ഒരു വസ്തുത നമ്മൾ വിസ്മരിച്ചുകൂടാ. ഇവിടെ ഇന്നലെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത് നെടുമ്പറമ്പിൽ ഫൈനാൻസ് എന്ന പൂട്ടിപ്പോയ, തിരുവല്ല അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു പൂട്ടിപ്പോയതാണ്, ഇപ്പോഴും നടക്കുന്നുണ്ടോ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു ബ്ലേഡ് കമ്പനിയിലെ അല്ലെ ഫൈനാൻസ് കമ്പനിയിലെ ഇദ്ദേഹത്തിന് 2 കോടി രൂപ ലോൺ കൊടുക്കുന്നു. പക്ഷേ അത് അദ്ദേഹം തിരിച്ചടയ്ക്കുന്നില്ല. തിരിച്ചടച്ചത് വെറും 20 ലക്ഷം രൂപ മാത്രമാണ്. ആദ്യം 8 ലക്ഷം രൂപ എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. പിന്നീട് അത് 20 ലക്ഷം രൂപ തിരിച്ചടച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നു. എന്തായാലും ശരി, ഈ നെടുമ്പറമ്പിൽ ഫൈനാൻസിയേഴ്സിൽ അദ്ദേഹം കാശ് വാങ്ങിച്ചു എന്നുള്ളത് എനിക്ക് തോന്നുന്നു അദ്ദേഹവും സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കമ്പനിയിൽ നിന്ന്, ഒരു സ്ഥാപനത്തിൽ നിന്നും കാശ് വാങ്ങിക്കാൻ അദ്ദേഹം പറയുന്ന ന്യായം, ഞങ്ങൾ കോൺഗ്രസ്സുകാരുടെ കയ്യിൽ വലിയ പൈസയൊന്നുമില്ല, ആരുടെയെങ്കിലും ഒക്കെ സഹായത്തിലാണ് ഇലക്ഷൻ നിൽക്കുന്നതെന്നാണ്. ആയിക്കോട്ടെ, പക്ഷെ സഹായിക്കുന്നവരുടെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരാതിക്കിട നൽകാതിരിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാൻ ഇത്തരുണത്തിൽ ഓർക്കുന്നത് നമ്മുടെ മുൻ MP ആയിരുന്ന VM സുധീർ, മുൻ KPCC പ്രസിഡന്റും ഒക്കെ ആയിരുന്ന VM സുധീറിനെ ഒരു വിഷയമാണ്. VM സുധീറിനെ ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് ചേർത്തലയിലുള്ള കയർ വ്യവസായികൾ പലരും എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. VM സുധീറിന് പൈസ കൊടുത്താൽ ഉടൻ തന്നെ അതിൻ്റെ റെസീറ്റ് തരും. ഒരിക്കലും അദ്ദേഹം റെസീറ്റ് ഇല്ലാതെ ഒരു പൈസ പോലും വാങ്ങിക്കില്ല. ഇലക്ഷന് അദ്ദേഹത്തിന് ഒരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് 10 ലക്ഷം രൂപ കൊടുത്ത ഇന്ത്യയിലെ തന്നെ ഒരു പ്രമുഖ കയർ എക്സ്പോർട്ടർ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇലക്ഷൻ കഴിഞ്ഞാൽ എത്ര തുക ബാക്കി വന്നിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായൊരു കണക്ക് VM സുധീറിൻ്റെ ഉണ്ടാവും. എന്നിട്ട് അദ്ദേഹത്തിന് ഇലക്ഷൻ ഫണ്ട് നൽകിയവർക്ക് പ്രപ്പോർഷനേറ്റ് ആയിട്ട് അദ്ദേഹം ഈ ബാക്കി വരുന്ന തുകയിൽ നിന്ന് ഒരു തുക തിരിച്ചു കൊടുക്കുകയും ചെയ്യും.
അതായത് തൻ്റെ ഇലക്ഷൻ ആവശ്യങ്ങൾക്കായിട്ട് ഇലക്ഷൻ ഫണ്ടിലേക്ക് ഏതെങ്കിലും വ്യവസായികളോ കച്ചവടക്കാരോ സംഭാവന നൽകിയാൽ ആ സംഭാവന അതിൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ ബാക്കി ഒരു തുകയുണ്ടെങ്കിൽ അത് എല്ലാവർക്കുമായിട്ട് വീതം വെച്ച് ഓരോരുത്തരും എത്രയാണ് അദ്ദേഹത്തിന് കൊടുത്തത് അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അദ്ദേഹം തിരികെ കൊടുക്കുമായിരുന്നു. അങ്ങനെയൊന്നുള്ള നേതാവാണ് ആന്റോ ആന്റണി എന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വന്തം കോൺഗ്രസിൽ തന്നെ മഹത്തായ ഉദാഹരണങ്ങൾ ഉണ്ടായെന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ സുധീറിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞത്. അപ്പോൾ ആന്റോ ആന്റണി ഇവിടെ എന്തോ അദ്ദേഹത്തിൻ്റെ പാളിച്ച പറ്റിയിട്ടുണ്ട് എന്ന് ഉള്ള സൂചനയാണ് അദ്ദേഹത്തിൻ്റെ തന്നെ മറുപടിയിൽ നിന്നും എനിക്ക് വ്യക്തമാകും. കാരണം പൂർണ്ണമായിട്ട് നിഷേധിക്കാൻ ആന്റോ ആന്റണിക്ക് പറ്റിയിട്ടില്ല. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഈ കുറച്ച് കൊല്ലം മുമ്പ് ഇദ്ദേഹത്തിനെതിരെ വിജിലൻസ് കോടതിയിൽ ഒരു കേസുണ്ടായിരുന്നു. പിന്നെ വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള വിഷയത്തിൽ ഇദ്ദേഹത്തിനെതിരെ കേസുണ്ടായിരുന്നു. കേസിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനത് ചെക്ക് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇദ്ദേഹവും സഹോദരന്മാർക്കും കൂടി സഹകരണ ബാങ്കുകളിൽ നിന്നും പണമെടുത്ത് അത് സംബന്ധിച്ച ഒരുപാട് പരാതികളുണ്ട്. ആന്റോ ആന്റണിയുടെ സഹോദരന്മാരായ ചാൾസ് ആന്റണി അതുപോലെ ജെയിംസ് ആന്റണി ഇവരെ സംബന്ധിച്ചും പരാതികൾ ഒരു 2-3 കൊല്ലം മുമ്പ് ഉയർന്നിരുന്നു. പിന്നീട് ഇക്കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ അതിന് തൊട്ട് മുമ്പ് വീണ ജോർജ് പത്തനംതിട്ടയിൽ പിന്നെ ഇദ്ദേഹത്തിനെതിരെ മതം ഉപയോഗിച്ച് പ്രചരണം നടത്തി. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പെന്തക്കോസ്തുകാരുടെ മീറ്റിങ്ങിലൊക്കെ പോയിട്ട് മതം പറഞ്ഞു, വർഗീയ സംഘർഷം വളർത്താൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള പരാതികൾ വീണ ജോർജ് ഉന്നയിച്ചിരുന്നു. എത്രത്തോളം സത്യമുണ്ടാകുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ CPM ആന്റോ ആന്റണിയിലേക്ക് എത്തിച്ചേർന്നത് 2 കാരണങ്ങളാണ്. കാരണം ആന്റോ ആന്റണിയെ തള്ളിയാൽ വീഴും എന്നൊരു സൂചന, അദ്ദേഹം വൾണറബിൾ ആയിട്ടുള്ള ഒരു നേതാവാണ്, അത് ഇദ്ദേഹത്തിനെ വേണമെങ്കിൽ ഒന്ന് കുരുക്കാം, അതിനുള്ള കുറച്ച് സ്കോപ്പ് ഇതിലുണ്ട് എന്നൊരു പക്ഷേ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, ആന്റോ ആന്റണി KPCC പ്രസിഡന്റ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ സണ്ണി ജോസഫ് ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ തൽക്കാലത്തേക്കെങ്കിലും KPCC പ്രസിഡന്റിന്റെ ചുമതല ആന്റോ ആന്റണിക്ക് ലഭിക്കാം. അപ്പം ഈ ഒരു സാധ്യത മുന്നിൽ കണ്ട് കോൺഗ്രസിനുള്ളിൽ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായിരിക്കാം CPM ശ്രമിക്കുന്നത്. ഇനി അതുമല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിലെ തന്നെ ആന്റോ ആന്റണിയുടെ ശത്രുക്കളെ അവരും CPM തമ്മിൽ ഏതെങ്കിലും രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടോ, ഉണ്ടായിരിക്കാം ഒരുപക്ഷെ, നമുക്കില്ലെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ശരി, ആന്റോ ആന്റണി തുടർച്ചയായിട്ട് പത്തനംതിട്ടയിൽ നിന്ന് ജയിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ലോക്സഭയിൽ. അദ്ദേഹത്തിന് ഇലക്ഷൻ രാഷ്ട്രീയം വളരെ കൈക്കുള്ളിലെ നെല്ലിക്ക പോലെ, കരതല അമലകം പോലെ അദ്ദേഹത്തിന് വഴങ്ങുന്ന ഒരു മേഖലയാണ്. ഇതും CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത ഒരു വിറളിയായിരിക്കാം. ഞാൻ മനസ്സിലാക്കുന്നത് ഈ വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ CPM പ്രയോഗിക്കുന്ന ഒരു തന്ത്രം കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിൽ നിന്നും കോൺഗ്രസ് പരമാവധി സീറ്റ് നേടാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു ജില്ലയാണ് പത്തനംതിട്ട, അതുപോലെ കോട്ടയം, ഇടുക്കി, എറണാകുളം. ഇവിടെയൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കുക. കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടും എന്നാണ് CPMൻ്റെ പോലും ഒരു വിലയിരുത്തൽ. പക്ഷെ ആ കിട്ടുന്ന സീറ്റുകളിൽ ഓരോ ജില്ലയിലും 1 സീറ്റോ 2 സീറ്റോ കുറഞ്ഞാൽ തന്നെ അത് മൊത്തത്തിലുള്ള ഒരു ഇലക്ഷൻ റിസൾട്ടിനെ ബാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടെ CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു ആയുധം വീണ് കിട്ടിയിരിക്കുകയാണ്. അതാണ് ആന്റോ ആന്റണി. അപ്പോൾ ആന്റോ ആന്റണി എന്ന വ്യക്തിയെ ഇപ്പം നമുക്കറിയാം, ചില കേസുകളിൽ ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിന് പ്രതിരോധിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് എത്തി. അതൊരു പക്ഷേ പാലക്കാട് അസംബ്ലി സീറ്റിനെ തന്നെ പ്രതികൂലമായി ബാധിക്കാം. അപ്പോൾ ഒരു നേതാവിനെ ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ട് ചില ഗുണങ്ങളുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു 10 നേതാക്കന്മാരെ 10 നിയോജക മണ്ഡലങ്ങളിലായിട്ട് ടാർഗറ്റ് ചെയ്യുകയും കൃത്യമായി അവർക്കെതിരെ ആരോപണങ്ങൾ കൊണ്ടുവരികയും ചെയ്താൽ ഈ 10 സീറ്റ് കുറയുക. സ്വാഭാവികമായിട്ടും അത് ഇലക്ഷൻ്റെ, കാരണം കേരളത്തിലെ അസംബ്ലി ഇലക്ഷനിലൊന്നും ഒരു വലിയ ഭൂരിപക്ഷമൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല ആർക്കും ഈ വരുന്ന അസംബ്ലി ഇലക്ഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു ഈ ആന്റോ ആന്റണിക്ക് എതിരായിട്ടുള്ള നടപടിയിൽ ഒരു ഇലക്ഷൻ തന്ത്രവുമുണ്ട്. പിന്നെ ഇതിൽ മറ്റൊരു വസ്തുതയുള്ളത്, ശബരിമല ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പലരും അവിടുത്തെ ഒരുപാട് അഴിമതികളിൽ ഭാഗവാക്കാണ്. ഇപ്പം തന്ത്രിയിലേക്ക് നമ്മൾക്ക് തിരിച്ചു വരാം. ഇപ്പം ഇവിടെ ഈ നെടുമ്പറമ്പിൽ ഫൈനാൻസ് ഇത് ശബരിമലയുമായിട്ട് ബന്ധപ്പെടുന്നത് ശബരിമല തന്ത്രി ആയിരുന്ന, ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണെങ്കിലും
കണ്ഠരര് രാജീവര് ശബരിമല തന്ത്രി തന്നെയാണ്. അപ്പോൾ കണ്ഠരര് രാജീവര് 2 കോടി രൂപ അവിടെ നിക്ഷേപിച്ചു, ഈ നെടുമ്പറമ്പിൽ നിക്ഷേപിച്ചിരുന്നു എന്നുള്ള ഒരു ആരോപണമാണ്. അപ്പോൾ ഇവര് തന്ത്രി കുടുംബം പറയുന്നത് അവരങ്ങനെ 2 കോടിയൊന്നും അവിടെ നിക്ഷേപിച്ചില്ല, 2 ലക്ഷമോ 2.5 ലക്ഷമോ രൂപയാണ് അവിടെ നിക്ഷേപിച്ചിരുന്നത് എന്നുള്ള രീതിയിലാണ് അവര് സൂചന കൊടുക്കുന്നത്. ഇവിടെ ഈ ഇത്തരം പലയിടത്തുനിന്നുമുള്ള കള്ളപ്പണം സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഈ നെടുമ്പറമ്പിൽ, അല്ലെങ്കിൽ ഇത് ബ്ലേഡ് കമ്പനിയാണിത്. ഇദ്ദേഹം കേരള കോൺഗ്രസ് എമ്മിൻ്റെ ആളാണ്. നെടുമ്പറമ്പിൽ ഓണർ മിസ്റ്റർ രാജു. ആ രാജു ഒരു പണ്ട് UDFന്റെ ഘടകകക്ഷിയായിരുന്ന കാലത്ത് ആണ്, പിന്നെ അതായത് കോൺഗ്രസിന്റെ ഘടകകക്ഷി പിന്നെ അലൈയായിരുന്ന കാലത്താണ് നമ്മുടെ ആന്റോ ആന്റണിക്ക് പണം രേഖകളൊന്നും ഇല്ലാതെ, അല്ലെങ്കിൽ കൊളാട്രൽസ് മറ്റ് പണയമോ ഒന്നും സ്വീകരിക്കാതെ തന്നെ ഈ 2 കോടി രൂപ കൊടുത്തതെന്നാണ്, ആ ഒരു രാഷ്ട്രീയ സൗഹൃദത്തിന്റെ പേരിലാണെന്നാണ് മിസ്റ്റർ രാജു പറയുന്നത്. ഇതൊക്കെ ഈ കൊടുക്കൽ വാങ്ങലുകളുടെ ഒക്കെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ എനിക്ക് തോന്നുന്നത് സർവത്ര കള്ളപ്പണമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ EDയുടെ അന്വേഷണത്തിലേക്ക് വരേണ്ട ഒരു വിഷയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ ഇതെല്ലാം ഇത്തരം ആരോപണങ്ങളെല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞു വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ഒരു ED അന്വേഷണം കോൺഗ്രസിലെ ചില നേതാക്കന്മാർക്കെതിരെ പ്രഖ്യാപിക്കപ്പെടാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ എനിക്ക് എത്തിച്ചേരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വന്നാൽ, അതായത് ഇപ്പോൾ അടൂർ പ്രകാശിനെതിരെയും അതുപോലെ തന്നെ ഈ പറയുന്ന ആന്റോ ആന്റണിക്കെതിരെയും ഒക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു അന്വേഷണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ചേരുകയോ അതിലേക്ക് വഴി തുറക്കാനാണോ CPM ശ്രമിക്കുന്നത് എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും. അങ്ങനെ എത്തിച്ചേർന്നാൽ, അങ്ങനെ ഒരു സാധ്യത അവിടെ ഉണ്ടെങ്കിൽ, അവർ കള്ളപ്പണം ഏതെങ്കിലും രീതിയിൽ വെളുപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതൊരു വലിയ വാർത്തയായിട്ടും, അല്ലെങ്കിൽ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമായിട്ടും വേണമെങ്കിൽ ഇത് മാറാം. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതൊരു വല്ലാത്ത ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റ് ചിലപ്പോൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം എൻ്റെ ഒരു വിലയിരുത്തൽ ED ഇവിടെ കൊണ്ട് നിർത്താനിടയില്ല. ED ചില പരാമർശങ്ങൾ കോൺഗ്രസിലെ പല നേതാക്കന്മാർക്ക്, ക്ഷമിക്കണം, ED അല്ല, SIT ഇതുമായിട്ട് ബന്ധപ്പെട്ട പല സൂചനകളും പല അന്വേഷണങ്ങളിലേക്കും വരും ദിവസങ്ങളിൽ കടക്കും. കാരണം ഇവരെല്ലാം തന്നെ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിൽ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളാണ്. അങ്ങനെ ഒരു സൂചനയാണ് ഈ SITയുടെ ഈ 2 ചോദ്യം ചെയ്യലുകളിൽ നിന്നും, അതായത് അടൂർ പ്രകാശിനെയും ആന്റോ ആന്റണിയുടെ വിഷയത്തിൽ ഇപ്പോൾ ഉയർന്ന ആരോപണം, അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്തതിലും ആന്റോ ആന്റണിക്കെതിരെ ഈ നെടുമ്പറമ്പിൽ രാജു ആരോപണം ഉന്നയിച്ചതിലും അന്തർലീനമായിട്ട് കിടക്കുന്ന ഒരു വസ്തുത എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. വരും ദിവസങ്ങളിൽ വിശകലനവുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം.